കാനഡയിൽ വാടക ഗുണ്ട വിളയാട്ടം. 300 വിദേശികൾ നിരീക്ഷണത്തിൽ. 10 പേരെ നാടുകടത്തി. കാനഡയിലെ സമാധാന അന്തരീക്ഷത്തിന് ഭീഷണിയായി വളരുന്ന വൻകിട വാടക ഗുണ്ട സംഘങ്ങൾക്കെതിരെ കർശന നടപടിയുമായി ഭരണകൂടം. കൊള്ളയും കൊലപാതകവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന വിദേശികൾ ഉൾപ്പെടുന്ന സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി 10 പേരെ ഇതിനോടകം നാടുകടത്തി. ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന 300ഓളം വിദേശ പൗരന്മാർ പോലീസിന്റെയും കുടിയേറ്റ വകുപ്പിന്റെയും ശക്തമായ നിരീക്ഷണത്തിലാണ്. കാനഡയിലെ പ്രധാന നഗരങ്ങളായ ടൊറന്റോ, വാൻകൂവർ, ബ്രാംപ്ടൺ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് ഈ സംഘങ്ങളുടെ പ്രവർത്തനം. വൻകിട ബിസിനസ്സുകാരിൽ നിന്ന് പണം തട്ടുക, ഭീഷണിപ്പെടുത്തുക, വീടുകൾക്ക് നേരെ വെടിയുതിർക്കുക, കാറുകൾ കത്തിക്കുക തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. പണം നൽകാൻ വിസമ്മതിക്കുന്നവരെ കായികമായി നേരിടാനും ഇവർ മടിക്കുന്നില്ല. ഇതോടെ പ്രവാസി സമൂഹം ഉൾപ്പെടെയുള്ളവർ വലിയ ഭീതിയിലാണ് കഴിയുന്നത്. വാടക ഗുണ്ടകൾ ആയി പ്രവർത്തിക്കുന്നവരിൽ ഏറിയ പങ്കും വിദേശത്തു നിന്നും എത്തിയ യുവാക്കളാണ് എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ 300ഓളം പേരുടെ പട്ടികയിൽപ്പെട്ടവർക്ക് പോലീസ് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. സ്റ്റുഡന്റ് വിസയിലും വർക്ക് പെർമിറ്റിലും എത്തി ഇത്തരം ക്രിമിനൽ സംഘങ്ങളുടെ ഭാഗമാകുന്നവരെ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് കനേഡിയൻ അധികൃതർ വ്യക്തമാക്കി. നാടുകടത്തപ്പെട്ട 10 പേരും ഗുരുതരമായ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസും പ്രാദേശിക പോലീസും സംയുക്തമായാണ് ഈ ക്ലീനപ്പ് ഓപ്പറേഷൻ നടത്തുന്നത്. ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വിദേശികളുടെ വിസ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ നാടുകടത്താനാണ് സാധ്യത. വിസ നിയമങ്ങൾ കർശനമാക്കാനും ക്രിമിനൽ പശ്ചാത്തല പരിശോധന കൂടുതൽ കാര്യക്ഷമമാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. തദ്ദേശീയർക്കും കുടിയേറ്റക്കാർക്കും ഒരുപോലെ സുരക്ഷിതത്വം ഉറപ്പാക്കാനാണ് ഈ നീക്കമെന്ന് പൊതുസുരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.